إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി പുലർത്തി അന്തിമദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ സാരോപദേശങ്ങൾ നെഞ്ചിലേറ്റി തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 15-ന് ആഘോഷപൂർവം കൊണ്ടാടാറുള്ളത്. അതിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് നമ്മുടെ നാടും നഗരവും അധികാര സംവിധാനങ്ങളും ഒരുങ്ങി നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഇത്. പൗരത്വം കൊണ്ട് നാം ഏവരും ഇന്ത്യക്കാരാണ്. മതപരമായ സ്വത്വം പരിഗണിക്കുമ്പോൾ നാം എല്ലാം മുസ്ലിമീങ്ങളുമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ നമ്മൾ, ഇന്ത്യൻ മുസ്ലിമീങ്ങളായ നമ്മൾ ഈ സ്വതന്ത്ര രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആലോചനകളിലും ചിന്തകളിലും സജീവമായി കടന്നു വരേണ്ട ഇസ്ലാമികമായ ഗൗരവമായ ചില നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ ഈ ഖുതുബയിൽ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നാം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നാം ജീവിക്കുന്ന നാടിന്റെ സവിശേഷതയെക്കുറിച്ചാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, അവർ വാർത്തെടുത്ത സമൂഹങ്ങൾ, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ സാമൂഹിക പശ്ചാത്തലങ്ങൾ പരിശോധിച്ചാലും പിൽക്കാലത്ത് പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരികയും 23 വർഷക്കാലം വിശുദ്ധ ഖുർആനിലെ ആശയങ്ങളിലേക്ക് സമുദായത്തെ കൈപിടിച്ചുയർത്തുന്ന സജീവമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ലോകർക്ക് മാതൃകയായി ഒരു ഖൈർ ഉമ്മയെ, സ്വഹാബത്തിനെ വാർത്തെടുത്ത ആ ചരിത്രം മുതൽക്ക് ഇന്നോളമുള്ള 14 നൂറ്റാണ്ടിലെ മുസ്ലിം സമുദായം ജീവിച്ച നാടും പരിസരവും ഭരണപ്രദേശങ്ങളും പരിശോധിച്ചാൽ 3 അവസ്ഥകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തേത്, മുസ്ലിമീങ്ങൾ ജീവിച്ച പ്രദേശങ്ങൾ ദാറുൽ ഇസ്ലാം എന്നതാണ്. ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് അത് നടപ്പിലാക്കിക്കൊണ്ട് ഭരണം നടത്തുന്ന ഭരണപ്രദേശങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാജാധികാരിയായ മദീനയും പിൽക്കാലത്ത് ഖലീഫമാർ ഭരണം നടത്തിയ മദീന അതിന്റെ സവിശേഷമായ ഒരു ഉദാഹരണമാണ്. എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രമല്ല മുസ്ലിമീങ്ങൾ ജീവിച്ചിട്ടുള്ളത്. മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ ദാറുൽ ഹർബ്, തൗഹീദ് സ്വീകരിച്ച ഇസ്ലാം നെഞ്ചിലേറ്റിയ
കീഴടക്കിയ സമൂഹങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച ഭരണപ്രദേശങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലും ഇന്നിന്റെ വർത്തമാനത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി മൂന്നാമത് ഒരു ഭരണപ്രദേശമുണ്ട്. അതിനെ ദാറുസ് സുൽഹ് എന്നോ ദാറുൽ അഹ്ദ് എന്നോ ദാറുൽ ദഅവ എന്നോ വിളിക്കാം. മുസ്ലിമീങ്ങൾക്ക് മതസ്വാതന്ത്ര്യവും പ്രബോധന സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുള്ള ഇസ്ലാമികേതര ഭരണപ്രദേശങ്ങൾ. ഉദാഹരണം ഇന്ത്യ രാജ്യം. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മതരാഷ്ട്രമല്ല. ഇത് മുസ്ലിമീങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച മുസ്ലിമീങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ഹിജറ പോകേണ്ട ഒരു സാഹചര്യമുള്ള പ്രദേശമല്ല. അതോടൊപ്പം ഇതൊരു ഇസ്ലാമിക ഭരണപ്രദേശമല്ല. വിശുദ്ധ ഖുർആനാണ് ഞങ്ങളുടെ ഭരണഘടന എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ജീവിക്കുന്ന നിലനിൽക്കുന്ന ഒരു ലോകക്രമത്തിൽ തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഒരു വേള ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ അധിവസിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശമായി ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നത്. ഇന്ത്യ രാജ്യം ദാറുൽ അഹ്ദാണ്, ദാറുൽ ദഅവയാണ്. മുസ്ലിമീങ്ങൾക്ക് മതപരമായ അസ്തിത്വം ഉൾക്കൊണ്ട് പ്രകടിപ്പിച്ച് ജീവിക്കുവാൻ അനുവാദമുള്ള അവകാശമുള്ള ഒരു പ്രദേശമാണ്. ആ നിലയ്ക്ക് ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ രണ്ട് തലങ്ങളെ കുറിച്ചുള്ള ആലോചന വേണം. ഒന്ന്, നമ്മുടെ സ്വത്വം, നമ്മുടെ ഒരു അസ്തിത്വം എന്ന് പറയുന്നത് ഞാൻ മുസ്ലിമാണ് എന്നതാണ്. ഖുർആനും സുന്നത്തും നെഞ്ചിലേറ്റി ഇസ്ലാമിക് ലെഗസിയെ, ഇസ്ലാമിക ചരിത്രത്തെയും പൈതൃകത്തെയും നെഞ്ചിലേറ്റിയുള്ള അഭിമാനകരമായ ഒരു ജീവിതം നയിക്കേണ്ട ഒരു ഉത്തമ വിശ്വാസിയായി ഞാൻ ജീവിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, ഒരു മതേതര ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളെ, ജനാധിപത്യ മൂല്യങ്ങളെ ചേർത്ത് നിർത്തിയുള്ള ഒരു ജീവിതക്രമം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആ രീതിയിലാണ് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത്. ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ ഓർക്കേണ്ടത് 200-ൽ പരം ലോകരാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകൾ ലോകത്തുള്ള വിവിധ പ്രദേശങ്ങളിൽ, മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള പ്രദേശങ്ങളിൽ പഠനത്തിനോ ജോലിക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ യാത്ര ചെയ്ത ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന വലിയ ഒരു പ്രത്യേകത, ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകത, ഇതൊരു മതരാഷ്ട്രമല്ല, ഇതൊരു സെക്യുലർ ഡെമോക്രാറ്റിക് രാജ്യമാണ്. അഥവാ ഈ രാജ്യത്തിന് ഒരു ഔദ്യോഗിക മതമില്ല. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമോ മുസ്ലിം രാഷ്ട്രമോ അല്ല. ഇന്ത്യക്ക് ഒരു ഔദ്യോഗികമായ ദീനുൻ റസ്മിയുൻ, ഒരു ഇന്ത്യയുടെ മതം എന്ന നിലക്ക് ഒരു മതമില്ല. എന്നാൽ ഇന്ത്യക്കാർക്ക് ഏത് മതവും സ്വീകരിക്കാം. ഒരു മതവും സ്വീകരിക്കാതെ നിരീശ്വരവാദിയായും ഇന്ത്യ രാജ്യത്ത് ഒരു പൗരന് ജീവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അനുവർത്തിക്കുന്ന ജീവിതശീലം സമാധാനപൂർണമായ സഹവർത്തിത്വമാണ്. മതമുള്ളവരും മതമില്ലാത്തവരും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തോളോട് തോൾ തൊട്ടുരുമേ മാനവികമായ വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കുകയും ആദർശപരമായ വിഷയങ്ങളിൽ ഓരോരുത്തർ അവരുടെ ആദർശ നിലപാടുകളോട് പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത്. അത് ഈ രാജ്യത്തിന്റെ സവിശേഷതയാണ്. അതിന്റെ കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇന്ത്യ രാജ്യത്തിന്റെ ഈ സവിശേഷതയെ മാറ്റിമറിച്ചു കൊണ്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. പരസ്യമായി നിഖാബ് ധരിച്ചാൽ, പരസ്യമായി താടി വളർത്തിയാൽ, പള്ളിയിൽ നിന്ന് ബാങ്കുലികൾ ഉയർന്നാൽ, മുസ്ലിമീങ്ങൾ പരസ്യമായി പ്രബോധനം നടത്തിയാൽ, വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ വിതരണം ചെയ്താൽ, ഇന്ന് സമൂഹത്തിൽ ചില ആളുകൾ പറയാറുണ്ട്, ഒരു മതേതര രാജ്യത്ത് ഇത് പാടില്ല, ഫ്രാൻസിൽ നോക്കൂ, മറ്റ് രാജ്യങ്ങളിൽ നോക്കൂ എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ആ രാജ്യത്ത് നിലനിൽക്കുന്നത് അൽമാനിയ എന്നതാണ്. ഒരു മതത്തിനും പൊതു ഇടത്തിലേക്ക് പ്രവേശനം നൽകാത്ത മതവിശ്വാസം ആരാധനാലയത്തിന്റെ ചുമരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തുന്ന അൽമാനിയ എന്ന നെഗറ്റീവ് സെക്യുലറിസമാണ് അവിടെയുള്ളത്. ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്നത് മുസ്ലിമിന്, ഹിന്ദുവിന്, ക്രിസ്ത്യാനിക്ക് അവരുടെ മതപരമായ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഇത് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ ഒരു പ്രത്യേകത, നമ്മുടെ നാടിന്റെ ഒരു സവിശേഷത എന്ന നിലയ്ക്ക് ഈ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ നാടിനോട്,
ഈ മണ്ണിനോട് നമുക്കൊരു വൈകാരികമായ ബന്ധവും അടുപ്പവും ഉണ്ടാവണം. ഈ രാജ്യത്ത് സ്വസ്ഥതയും നിർഭയത്വവും വികസനവും ഉണ്ടാകണമെന്നത് നമ്മുടെ ആഗ്രഹമാകണം. തന്റെ കൂടപ്പിറപ്പുകൾ ജീവിച്ചു കൊണ്ടിരുന്ന മക്കയുടെ മണ്ണിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പരിചയപ്പെടുത്തുന്നു. വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. അല്ലാഹുവേ, എന്റെ ഭാര്യയും ചോര പൈതലും ഈ മണ്ണിൽ അവരെ തനിച്ചാക്കി ഞാൻ തിരിച്ചു പോകുന്നു. ഈ മണ്ണിൽ നിർഭയത്വം ഉണ്ടാക്കണമേ. എന്റെ ചോര, എന്റെ കുടുംബം, എന്റെ ഹൃദയമിടിപ്പുകളാണവർ. അവർക്ക് നിർഭയത്വത്തോടു കൂടി ജീവിക്കുവാൻ ഈ മണ്ണിൽ സാഹചര്യം ഉണ്ടാകണമേ എന്ന് ഒരു പ്രവാചകൻ നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നാട്ടിൽ സമാധാനമുണ്ടാവണം. അരാജകത്വങ്ങൾ, കലാപങ്ങൾ, യുദ്ധങ്ങൾ ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കണം. നാടിനോടൊരു താല്പര്യം വേണം. ഭരണാധികാരി മാറി വന്നേക്കാം. ജനാധിപത്യ ഭരണ പ്രദേശങ്ങൾ ഉണ്ടാവാം, പട്ടാള ഭരണമുള്ള പ്രദേശമുണ്ടാവാം, രാജാധിപത്യമുള്ള പ്രദേശങ്ങൾ ഉണ്ടാവാം, അട്ടിമറികൾ നടക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടാവാം. പക്ഷേ മണ്ണിനോട്, രാജ്യത്തോട് നമുക്കൊരു കൂറും പ്രതിബദ്ധതയും ഉണ്ടാകണം. ഭരണാധികാരി മാറി മറിഞ്ഞേക്കാം, ഭരണാധികാരി നമുക്കെതിരെയുള്ള ചാട്ടുളികൾ പ്രയോഗിക്കാം. പക്ഷേ മണ്ണ് നമ്മുടേതാണ്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. റസൂലുള്ളാഹ് ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ്. എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കൂ. ഇന്നമാ അദ്ഉ റബ്ബി, അല്ലാഹുവിനോട് മാത്രമേ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം മണ്ണിൽ നിന്ന് ഹിജ്റ പോകേണ്ടി വരുന്നത്. ആ മണ്ണിനോടും ആ നാടിനോടും അധികാരി വർഗത്തോടും ശപിച്ചും പഴിച്ചും വെറുത്തുമല്ല റസൂലുള്ളാഹി യാത്ര പോകുന്നത്. മക്കയുടെ അതിർത്തിയിൽ നിന്ന് മക്കയിലേക്ക് തിരിഞ്ഞ് ചരിത്രത്തിൽ ചരിത്രകാരന്മാരുടെ സാഹിത്യ ഭാവനയിൽ എഴുതിയത് ഒരു പിടി മണ്ണ് കോറി പിടിച്ച റസൂലുള്ളാഹി പറഞ്ഞ വാചകം ഈ മണ്ണിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഈ മണ്ണിന് ഏറ്റവും ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുന്നതാണ്. ഈ സമുദായം എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മണ്ണിൽ ഞാൻ നിലനിൽക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നിടത്ത് ജനിച്ചു വളർന്ന മണ്ണിൽ, ജീവിക്കുന്ന മണ്ണിൽ ഒരു വികാരം, അതിനോടുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടാകണമെന്ന് നമുക്ക് മനസ്സിലാകും. മാത്രമല്ല റസൂലുള്ളാഹി മദീനയിലെത്തുന്നു, മദീനയിൽ ജീവിക്കുന്നു, ശാന്തമായ ഒരു ജീവിതത്തിന്റെ തിരുനാളം ഉയരുന്നു. റസൂലുള്ളാഹി അവിടെ വെച്ച് നടത്തിയ പ്രാർത്ഥന അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കഹുബ്ബിനാ മക്ക ഔ അശദ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവേ, മക്കയോട് ഞങ്ങൾക്കുണ്ടായതുപോലെ ഒരു പ്രിയം മദീനയുടെ കാര്യത്തിലും ഉണ്ടാവണം. ഔ അശദ്, അല്ലെങ്കിൽ അതിനേക്കാൾ മദീനയെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമേ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. അത് ഖുർആൻ ഇറങ്ങിയ മണ്ണായത് കൊണ്ട് മാത്രമല്ല, പ്രവാചകന്മാരുടെ കാലടിപ്പാടുകൾ പതിഞ്ഞത് കൊണ്ട് മാത്രമല്ല, കഅബാലയത്തിന്റെ മണ്ണായത് കൊണ്ട് മാത്രമല്ല, ജീവിക്കുന്ന മണ്ണ്, ജോലി ചെയ്യുന്ന മണ്ണ്, പഠനം നടത്തുന്ന മണ്ണ്, കുടുംബം ജീവിക്കുന്ന മണ്ണ്, ആ നിലക്ക് ആ നാടിന്റെ ഒരു പ്രത്യേകതയെ മുസ്ലിം ഉൾക്കൊള്ളുമെന്നത് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നു. ഞാനിത് വിശദീകരിക്കുന്നത് ഇത് നമ്മുടെ ചോരയിലുള്ള, നമ്മുടെ വേരുകളിൽ പടർന്നു പിടിച്ച ഒന്നാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതെങ്കിലും ആളുകൾ മുസ്ലിമീങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന സംസാരം നടത്തുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു ദേശീയ മുസ്ലിമായി രാജ്യസ്നേഹിയാവാൻ നമ്മൾ പുതിയ ഒരു കുപ്പായം ധരിക്കുന്നതല്ല. ഈ രാജ്യത്തെ വൈദേശിക ആധിപത്യത്തിന്റെ ചരിത്രം തുടങ്ങുന്നിടത്തെല്ലാം ചെറുത്തുനിൽപ്പിന്റെ ചരിത്രം കാണാം. നവാബുമാർ, കുഞ്ഞാലി മരക്കാർ അടക്കമുള്ള ഓരോ ചരിത്രത്തിന്റെ തുടിപ്പുകളിൽ മുസ്ലിമീങ്ങൾ, രാജ്യസ്നേഹികളായ സ്വദേശാഭിമാനികളായ മുസ്ലിമീങ്ങളുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നിലനിർത്തിയ ഒരു രാജ്യസ്നേഹത്തിന്റെ ഒരു അടയാളമായി, ശേഷിപ്പായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മൂന്നാമതായി നമ്മൾ ഓർക്കേണ്ടത് സ്വാതന്ത്ര്യത്തെ കുറിച്ച്. ഈ രാജ്യത്ത് നമുക്കുള്ളത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ ഒരു വില നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ഈ 2026 സമാധാനപൂർവം ഇസ്ലാമികമായ ആരാധനകൾ നിർവഹിക്കുവാൻ അവസരം നിഷേധിക്കപ്പെടുന്നവർ ലോകത്തുണ്ട്. ഫലസ്തീൻ മാത്രമല്ല, റോഹിംഗ്യ
റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഉയ്ഗൂറിലുള്ള മുസ്ലിമീങ്ങൾ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല രീതിയിൽ മുസ്ലിമീങ്ങൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഫലസ്തീനിൽ മസ്ജിദുൽ അഖ്സയിൽ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ പോകണമെങ്കിൽ ആയുധധാരികളായ മെഷീൻ ഗൺ കയ്യിലേന്തിയ സൈനികന്മാരുടെ ആട്ടും തുപ്പും ഔദാര്യവും ലഭിച്ചിട്ടല്ലാതെ ആ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അത്രമേൽ തീക്ഷ്ണമായ സാഹചര്യങ്ങളിലൂടെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുക. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുക. നമ്മൾ ഓർക്കേണ്ട വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം, ഓർമ്മപ്പെടുത്തൽ, തീർച്ചയായും ദുനിയാവിൽ നിങ്ങൾ അനുഭവിച്ച ആസ്വദിച്ച എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും നാളെ പരലോകത്ത് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുള്ള അതിന്റെ വിശദീകരണത്തിൽ കൊടുത്തൊരു വാചകം, അൻ ശുക്രി മാ അൻഅമല്ലാഹു ബിഹി അലൈക്കും മിനസ്സിഹ്ഹ വൽ അംൻ വൽറിസ്ഖ് വഗൈരി ദാലിക്. അനുഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വരുമാനം അനുഗ്രഹമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന നിർഭയത്വവും സ്വസ്ഥതയും അത് അനുഗ്രഹമാണ്. ആരോഗ്യം അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾ എങ്ങനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി എന്ന് നിങ്ങളോട് ചോദിക്കപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ അനുഗ്രഹത്തെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുക. വിശുദ്ധ ഖുർആൻ നമുക്കതിനുള്ള കൃത്യമായ ഒരു മാർഗരേഖ പഠിപ്പിച്ചു തരുന്നു. സൂറത്തുൽ ഹജ്ജിന്റെ 41-ാം സൂക്തം, അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർള്, ഭൂമിയിൽ സ്വസ്ഥത ലഭിച്ചാൽ, ഭൂമിയിൽ സമാധാനപൂർണമായ സാഹചര്യം ലഭിച്ചാൽ അവരിൽ 3 അടയാളങ്ങളുണ്ട്. ഒന്ന്, അഖാമുസ്സലാ, അവർ നമസ്കാരം മുറ പോലെ നിർവഹിക്കും. വആതുസ് സകാത്ത്, സകാത്ത് അവർ കൃത്യമായി നൽകി വീട്ടുന്നതാണ്. വഅമറു ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഇസ്ലാമിക പ്രബോധനവും അവർ നിർവഹിക്കുമെന്നാണ്. ഈ 3 കാര്യങ്ങളാണ് നിർഭയത്വം ലഭിച്ചാൽ, സ്വാതന്ത്ര്യം ലഭിച്ചാൽ, മുസ്ലിമീങ്ങൾക്ക് സ്വാധീനം ലഭിച്ചാൽ ആ മണ്ണിൽ നടക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ 3 കാര്യങ്ങളിൽ ഞാനും നിങ്ങളും എവിടെയെന്ന് നമ്മൾ ചിന്തിക്കുക. ഇന്ത്യ രാജ്യത്ത് അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷത്തിനെതിരെ പുതിയ നിയമങ്ങൾ കടന്നു വരുമ്പോൾ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിമീങ്ങളുടെ ഭാവിയെ കുറിച്ച് സന്ദേഹിക്കുന്നവർ നമ്മുടെയൊക്കെ നാടുകളിൽ, ഗ്രാമങ്ങളിൽ, പാർലമെന്റുകളിൽ മാത്രമല്ല നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമുക്ക് ലഭിച്ച അനുഗ്രഹം, നമുക്ക് ലഭിച്ച നിർഭയത്വം, നിലവിലുള്ള ഏറ്റവും ചുരുങ്ങിയത് ഇന്ന് 12:35 ഈ നാട്ടിൽ ഒരു ജുമുഅക്ക് പങ്കെടുക്കാൻ നമുക്ക് ആരെങ്കിലും എവിടെയെങ്കിലും തടസ്സമുണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്ത് പോലും പല പ്രദേശങ്ങളിലും ഇല്ലാത്ത സൗഖ്യം നമുക്കുണ്ട്. എന്താ നമ്മുടെ അവസ്ഥ? ഒന്ന്, അഖാമുസ്സലാ, നമസ്കാരം മുറ പോലെ നിർവഹിക്കണമെന്നാണ്. സുബ്ഹിക്ക് നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടോ? ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ? വിവാഹവും ടൂറും ഉണ്ടാകുമ്പോൾ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള പള്ളികളിലെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മുടെ സാന്നിധ്യമുണ്ടോ? ജുമാകളിലേക്ക് കുടുംബസമേതം കടന്നു വരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് ഗൗരവമായി നമ്മൾ ചിന്തിക്കുക. 2, വആതുസ് സകാത്ത്, സകാത്ത് നൽകി വീട്ടുക എന്നത്. ആ സകാത്ത് സംഘടിതമായി നൽകി സകാത്തിലൂടെ ഉണ്ടാകേണ്ട സാമൂഹികമായ ഒരു പരിവർത്തനങ്ങളെ സൃഷ്ടിക്കുക എന്നത് മുസ്ലിം സമുദായത്തിന്റെ ഉത്തരവാദിത്തമാണ്. 3-ാമത്തേത്, വഅമറു ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. നന്മ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ നന്മ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന തൗഹീദാകുന്ന നന്മയാണ്. തിന്മയെ എതിർക്കുമ്പോൾ ഏറ്റവും വലിയ തിന്മ അല്ലാഹുവിന്റെ ഭൂമിയിൽ അവന്റെ വായു ശ്വസിച്ച്, അവന്റെ വെള്ളം കുടിച്ച്, അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിച്ചിട്ടും അവനോട് നന്ദികേട് കാണിച്ച് അല്ലാഹുവല്ലാത്ത പരശക്തികളെ വിളിച്ച് സഹായം ചോദിക്കുന്ന ബഹുദൈവ വിശ്വാസമാണ്. ആ ശിർക്കിനെതിരെ തൗഹീദിൽ അധിഷ്ഠിതമായ ദഅവാ പ്രവർത്തനം അവർ നടത്തുമെന്നത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. ആ പ്രബോധന പ്രവർത്തനത്തിന്റെ പരിസരങ്ങളിൽ നമ്മൾ ഉണ്ടോ? അതിന്റെ പ്രവർത്തനങ്ങളിൽ ഞാനും നിങ്ങളും ശാരീരികമായി, സാമ്പത്തികമായി, സാങ്കേതികമായി, മാനസികമായി നമ്മൾ അവിടെ ഉണ്ടോ എന്നത് വളരെ കൃത്യമായി
സൂക്ഷ്മമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാജ്യം അതിന്റെ ഭരണഘടനാ സംവിധാനങ്ങളുടെ ഭാഗമായി അതിന്റെ പ്രവർത്തനങ്ങൾ, ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഒരു ഇന്ത്യൻ മുസ്ലിം എന്ന നിലയ്ക്ക് രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാനും ഇവിടുത്തെ മതേതരത്വം നിലനിൽക്കാനും ഇവിടുത്തെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുവാനും നമ്മൾ ചേർന്ന് നിൽക്കുന്നതോടൊപ്പം നമ്മുടെ ആദർശപരമായ ഒരു മതപരമായ ഒരു ജീവിതം അത് കുറ്റമറ്റ രൂപത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നതാണ് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ രാവിലേക്ക്, അതിന്റെ നിമിഷങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ആരാധനകളിൽ, മതപരമായ വിഷയങ്ങളിൽ ഞാനും നിങ്ങളും നമുക്ക് നിഷേധിക്കാനാവാത്ത ഈ ആസ്വാദനങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ ദഅവാ രംഗത്തും പ്രബോധന രംഗത്തും പള്ളികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിഷയത്തിലും വിശുദ്ധ ഖുർആൻ എണ്ണിപ്പറഞ്ഞ ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുകയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 20 വയസ്സ് പ്രായമുണ്ടായപ്പോൾ മക്കയിൽ നടന്ന ഒരു സംഭവമുണ്ട്. യമൻ പ്രദേശത്ത് നിന്ന് ഒരു വ്യക്തി കച്ചവടത്തിന് വേണ്ടി മക്കയിലെത്തി. മക്കയിലുള്ള ഖുറൈശികളിൽപ്പെട്ട ആസ് ബിൻ വായിൽ എന്ന നാട്ടിലെ ഒരു പ്രമാണിയുമായി ഒരു കച്ചവടം നടത്തി. ചരക്കുകൾ കൈമാറി. എന്നാൽ നേരത്തെ അവർ പറഞ്ഞുറപ്പിച്ച പണം പൂർണ്ണമായി നൽകാതെ, ചരക്ക് ഞാൻ എടുത്തു, പണം ഇത്രയേ നൽകൂ എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് യമനിൽ നിന്ന് വന്ന ആ പരദേശി, വിദേശി ആ വ്യക്തിയോട് കേണപേക്ഷിച്ച് തനിക്ക് അർഹതപ്പെട്ടത്, കച്ചവടത്തിൽ അർഹതപ്പെട്ട വിഹിതം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അയാൾ ചെവി കൊടുക്കാതെ തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് ഇയാൾ അവിടെ അത് കണ്ടു നിൽക്കുന്ന ആളുകളോട് തന്റെ വിഷയത്തിൽ ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് അവരോട് സഹായങ്ങൾ ചോദിക്കുന്നുണ്ട്. എത്രത്തോളം എന്നാൽ മക്കയിലെ പ്രമാണിമാരുടെ അടുക്കൽ അദ്ദേഹം സഹായം ചോദിച്ചു വന്നു. ഞാനൊരു ളുൽമിന് വിധേയമായിട്ടുണ്ട്, അനീതിക്ക് വിധേയമായിട്ടുണ്ട്. ഈ നാട്ടിൽ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇടപെടണം. ആ സമയത്ത് ആ ആളുകൾക്ക് തോന്നി, വാസ് ബിൻ ആയിൽ എന്നത് കൂട്ടത്തിലുള്ള ഒരു പ്രമാണിയാണ്, അയാളെ എന്നും കാണണം. എന്നും കാണുന്ന ഒരു വ്യക്തിയെ പിണക്കി എവിടെ നിന്നോ വന്ന ഒരാളെ വിഷയത്തിൽ ഇടപെട്ടാൽ നമുക്ക് നാളെയും ഈ നാട്ടിൽ ജീവിക്കണമല്ലോ എന്ന നിലക്ക് അവർക്കറിയാവുന്ന ഒരു അനീതിയെ ചോദ്യം ചെയ്യാതെ ഏതോ ഒരു വ്യക്തിയല്ലേ എന്ന നിലക്ക് അയാളോട് അവർ കൈമലർത്തുകയാണ്. എന്നാൽ ഈ വ്യക്തി പിന്നീട് തന്റെ വിഷമങ്ങൾ മറ്റു ചിലരോട് പറഞ്ഞപ്പോൾ പ്രധാനികളായ നാട്ടിൽ അത്യാവശ്യം കാഴ്ചപ്പാടുള്ള ചില ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി. നമ്മുടെ നാട്ടിൽ ഒരാൾ വരുന്നു, അയാൾക്ക് അനീതിക്കിരയാകുന്നു, അയാൾക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്തതിന്റെ പേരിൽ അയാൾ കണ്ണുനീരും നിരാശയുമായി തിരിച്ചു പോവുക എന്നത്, പിന്നെ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിട്ട് എന്താ കാര്യം, നമ്മൾ ചോദിക്കണം, പറയണം, ഇടപെടണം എന്ന നിലക്ക് അവര് അതിൽ ശക്തമായ സംസാരങ്ങൾ ഉണ്ടായി. അങ്ങനെ അവര് വാസ് ബിൻ ആയിലിന്റെ വീട്ടിൽ പോകുന്നു. അയാളുമായി ശക്തമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ വ്യക്തിക്ക് അവകാശപ്പെട്ട പണം പിടിച്ചു വാങ്ങി അയാൾക്കത് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ചരിത്രത്തിന്, ആ സംഭവത്തിന്റെ പേര് ഹിൽഫുൽ ഫുലൂൽ എന്നാണ്. ആ സംഭവത്തിൽ 20 വയസ്സ് പ്രായമുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പങ്കെടുത്തിരുന്നു. പ്രവാചകന് പിന്നീട് 25-ാം വയസ്സിൽ വിവാഹം കഴിക്കുന്നു. 40-ാം വയസ്സിൽ നുബുവത്ത് ലഭിക്കുന്നു. 53 വയസ്സ് വരെ ചോര ചിന്തിയ പ്രബോധനത്തിന്റെ കണ്ണുനീരുകൾ നിറഞ്ഞ, യാതനകൾ നിറഞ്ഞ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് മദീനയിൽ ജീവിക്കുന്നു. മദീനയിൽ സ്വസ്ഥതയോടെ മുസ്ലിം ഭരണാധികാരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ലഖദ് ശഹിദ്തു മാ ഉമ്മത്തി ഹിൽഫൻ ഫീ ദാരി അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ മാ ഉഹിബ്ബു അൻ ലി ബിഹി ഹുംറൻ നഅം വലൗ ദുഇതു ബിഹി ഫിൽ ഇസ്ലാം ലഅജബ്തു. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന്റെ
വീട്ടിൽ നാട്ടിലുള്ളവരുടെ നീതിക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി അന്ന് ഒരുമിച്ച് കൂടിയതുപോലെ ഒരുമിച്ച് കൂടാൻ ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നു. മുസ്ലിം ഭരണാധികാരിയായി, റസൂലായി, മുസ്ലിം സമുദായത്തിന് ആത്മീയ ഭൗതിക വിഷയങ്ങളിൽ ദൈക്ഷണികമായ നേതൃത്വം കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൗ ദുഅയ്തു ബിഹി ഫിൽ ഇസ്ലാം ലഅജബ്തു. ഇന്ന് ഈ ഇസ്ലാമിക കാലത്താണ് ഇതുപോലെ ഒരു ആവശ്യത്തിന് ഒരു നാട്ടിൽ ഒരു കൂട്ടായ്മയുണ്ടാകുന്നത്, ആക്ഷൻ കൗൺസിൽ ഉണ്ടാകുന്നത്, ഒരു സംഘം ഉണ്ടാകുന്നത്, ഒരു കൂട്ടായ്മയുണ്ടാകുന്നത് എങ്കിൽ എനിക്കതിൽ ക്ഷണം ലഭിച്ചാൽ, അവസരം ലഭിച്ചാൽ ഞാൻ അതിൽ പങ്കെടുക്കുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഞാൻ ചരിത്രം നീട്ടിപ്പരത്തി പറയുന്നില്ല. നാട്ടിലുള്ള നന്മകൾ നിലനിൽക്കാൻ സാമൂഹികമായ ഒരു ദൗത്യം മുസ്ലിമിനുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നാടിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ചേർന്ന് നിൽക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ഒരു പൊതുവായ ശൈലിയാണ്. ഇപ്പൊ നമ്മളെ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്തിനാണ് ഇവിടെ ഓരോ നിയമങ്ങൾ പുതുതായി കടന്നു വരാണ്? എനിക്ക് രാജ്യത്തോടൊരു കൂറില്ല. മാത്രമല്ല പുതിയ തലമുറക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇമിഗ്രേഷൻ നടത്തുകയാണ്. എങ്ങാനും അവിടെ വിസയോ അവിടുത്തെ പൗരത്വമോ ലഭിച്ചാൽ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന കാലമാണ്. ഈ രാജ്യത്തോടും എനിക്കൊരു പ്രതിബദ്ധതയുമില്ല എന്ന നിലക്ക് ചില പ്രശ്നങ്ങളെ മറ്റൊരു ശൈലിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് തന്റെ ജീവിതത്തിന്റെ കണ്ണുനീരുകളുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന മക്കയുടെ മണ്ണിൽ നടന്ന ചരിത്രത്തിലെ സുന്ദരമായ സംഭവത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്ന് എന്നെ വിളിക്കപ്പെട്ടാൽ ഞാൻ അതിൽ പങ്കെടുക്കുമെന്നാണ്. നന്മകൾക്ക് സബ്ജക്റ്റീവായി, വിഷയാധിഷ്ഠിതമായി, നീതിക്ക് വേണ്ടി, നന്മകൾക്ക് വേണ്ടി ചേർന്ന് നിൽക്കുക എന്നത് മുസ്ലിമിന്റെ സ്വഭാവമാണ്. അത് റസൂലുള്ളാഹിയുടെ മുമ്പുള്ള ചരിത്രത്തിലും കാണാം. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലാണ്, ജയിലിലാണ്. എന്തിന്റെ പേരിലാണ്? കള്ളക്കേസാണ്. ആ കള്ളക്കേസിന്റെ പേരിൽ, അപവാദത്തിന്റെ പേരിൽ അദ്ദേഹം ജയിലിലാണ്. ആ ജയിലിൽ ജീവിച്ച മാനം നഷ്ടപ്പെട്ടു എന്ന് പറയാവുന്ന ആക്ഷേപങ്ങളും അപവാദങ്ങളും കൂരമ്പുകൾ പോലെ ഒരു ജീവിതത്തിലേക്ക് പെയ്തിറങ്ങിയ ഒരു ജീവിതമാണ്. പക്ഷെ യൂസുഫ് നബിയുടെ ചരിത്രം നോക്കൂ. നാട്ടിൽ ക്ഷാമമുണ്ടാകുന്നു. ആ ക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാൻ, ഈജിപ്തിലെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ യൂസുഫ് നബി മുന്നിൽ നിൽക്കുന്നുണ്ട്. എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയ ഭരണാധികാരികളല്ലേ, എന്നെ ശിക്ഷിച്ചവരല്ലേ, എന്റെ കാര്യത്തിൽ അനുകൂലമായ സമീപനം സ്വീകരിച്ചിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ സഹിച്ചോളി, ഞാൻ എന്റെ കാര്യമായിട്ട് പോവാം എന്നല്ല. നാടിന്റെ പ്രശ്നത്തിൽ, ജനാധിപത്യ പ്രശ്നങ്ങളിൽ ചേർന്ന് നിൽക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ മതപരമായ സ്വാഭാവികമായ ശൈലിയാണ് എന്നത് ഇസ്ലാമിക ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത്, നമ്മൾ മതപരമായും സാമൂഹികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും ഈ രാജ്യത്തിന്റെ നന്മകളോടൊപ്പം, ഈ രാജ്യത്തിലെ നീതിയിലും നന്മയിലും അധിഷ്ഠിതമായ സംരംഭങ്ങളുടെ കൂടെ തീർച്ചയായും നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം. അതിലൊരു പിറകോട്ട് മാറി നിൽക്കുന്നവർ മാറ്റി നിർത്തപ്പെടുമെന്നത് ലോകത്തേത് കാലത്തും നിലനിൽക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. മാറി നിന്നാൽ മാറ്റി നിർത്തപ്പെടും എന്നതല്ലാത്ത മറ്റൊരു പരിഹാരവും ഉണ്ടാവില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്തമായ ചരിത്രത്തിലെ മാതൃകകൾ നെഞ്ചിലേറ്റി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യങ്ങളിൽ പ്രോആക്റ്റീവായി, സ്വയം സന്നദ്ധരായി, സ്വമേധയാ മുന്നിൽ നടക്കുന്നവരായി നന്മകളിൽ നമ്മൾ സജീവമായി കടന്നു വരണം. അതോടൊപ്പം ഒന്നാമത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നമസ്കാരം, സകാത്ത്, ദഅവാ പ്രവർത്തനങ്ങൾ അതൊരു നിർഭയത്വമുള്ള മണ്ണിൽ ജീവിക്കുന്ന ആളുകളോട് നാളെ പരലോകത്ത് അല്ലാഹു ചോദിക്കുന്ന കാര്യങ്ങളാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ വിഷയത്തിൽ നമ്മുടെ ജീവിത നിലപാടുകളെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കുക, പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ശിർക്കിന്റെ, ബിദ്അത്തിന്റെ, ഹറാമിന്റെ തെറ്റായ വഴികളിൽ നിന്ന്, മാർഗങ്ങളിൽ നിന്ന് അകലം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങൾ, പരീക്ഷണങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. ഏവരുടെയും ജീവിതത്തിൽ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനകൾ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മക്കൾ അവരുടെ ജീവിതത്തിലെ നന്മകൾ സ്വീകരിക്കുകയും ദോഷങ്ങൾ പുറത്തു കൊടുക്കുകയും നാളെ പരലോകത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ
അമ്പിയ ഔലിയാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടുവാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. മുസ്ലിമായതിന്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പീഡിതരായി കഴിയുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. അല്ലാഹുവേ, ഏവരുടെയും ജീവിതത്തിൽ നിർഭയത്വവും സ്വസ്ഥതയും സമാധാനവും നൽകി ഇസ്സത്തോടു കൂടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.